സ്വർണ്ണാഭരണ പ്രേമികൾക്കും വിവാഹം ഉൾപ്പെടെ ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും താൽക്കാലിക ആശ്വാസം പകർന്ന സ്വർണ്ണവില ഇന്നും താഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 8,720 രൂപയിലെത്തി. പവൻ വില 70,000-നും താഴെയായി എന്ന പ്രത്യേകതയുമുണ്ട്. 280 രൂപ കുറഞ്ഞ് 69,760 രൂപയിലാണ് ഇന്ന് വ്യാപാരം. വിഷുദിനമായ ഇന്നലെ ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയും കുറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയിലെ ഗ്രാമിന് 8,770 രൂപയും പവന് 70,160 രൂപയുമാണ് കേരളത്തിലെ സർവകാല റെക്കോർഡ്. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന സംഘടനയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ നിർണയപ്രകാരം ഇന്ന് 18 കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് 25 രൂപ താഴ്ന്ന് 7,225 രൂപയിലെത്തി. വെള്ളിവില ഗ്രാമിന് 1 രൂപ ഉയർന്ന് 108 രൂപയും. എസ് അബ്ദുൽ നാസർ വിഭാഗം AKGSMA 18 കാരറ്റിന് നൽകിയ വില ഗ്രാമിന് 30 രൂപ കുറച്ച് 7,180 രൂപയാണ്. വെള്ളിവില ഗ്രാമിന് 107 രൂപയിൽ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. രാജ്യാന്തര വില കഴിഞ്ഞയാഴ്ച രേഖപ്പെടുത്തിയ ഔൺസിന് $3,246 എന്ന റെക്കോർഡിൽ നിന്ന് നിലവിൽ $3,221 ഇറങ്ങിയെങ്കിലും ഇനി കാത്തിരിക്കുന്നത് മുന്നേറ്റമായിരിക്കുമെന്ന നിരീക്ഷണങ്ങളുമുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് നയങ്ങളും മലക്കം മറിച്ചിലുകളും US സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് വിശ്വസിക്കുന്ന കേന്ദ്ര ബാങ്ക് US ഫെഡറൽ റിസർവ് സാമ്പത്തിക മേഖലയ്ക്കും ജനങ്ങൾക്കും ആശ്വാസമേകാനായി അടിസ്ഥാന പലിശ നിരക്ക് വീണ്ടും കുറച്ചേക്കാം. അങ്ങനെയെങ്കിൽ സ്വർണ്ണവില കൂടും. മാത്രമല്ല, താരിഫ് പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനയിൽ സ്വർണ്ണാധിഷ്ഠിത എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്ക് നിക്ഷേപം കുതിച്ചുയരുകയാണ്. ഇതും സ്വർണ്ണവിലയെ മുന്നോട്ട് നയിക്കും. ഔൺസിന് $3,203 വരെ താഴ്ന്ന ശേഷമാണ് ഈ അനുകൂല ഘടകങ്ങളുടെ കരുത്തിൽ രാജ്യാന്തര വില ഇപ്പോൾ $3,221 കയറിയത്. സ്വർണ്ണവില ഈ വർഷം റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമെന്നാണ് പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളായ ഗോൾഡ്മാൻ സാക്സ്, UBS എന്നിവയുടെ പുതിയ പ്രവചനങ്ങൾ. ഔൺസിന് ഈ വർഷം $3,300 ആകുമെന്ന മുൻ പ്രവചനം ഗോൾഡ്മാൻ സാക്സ് തിരുത്തി ഇപ്പോൾ പ്രവചിക്കുന്നത് $3,700 ആണ്. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തിലെ മുൻനിര കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം കരുതൽ ശേഖരത്തിലേക്ക് വാങ്ങി നിറയ്ക്കുന്നതും വില കൂടാൻ ഒരു ഘടകമാകും. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വമാണ് കേന്ദ്ര ബാങ്കുകളെ ഡോളറിനെ കൈവിട്ട് സ്വർണത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിച്ചത്. സ്വർണ്ണവില $3,500 എത്തുമെന്നാണ് UBSന്റെ വിലയിരുത്തൽ. രാജ്യാന്തര വിലയിൽ ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് ശരാശരി 2 രൂപ ഉയരും. അതായത് കേരളത്തിൽ ഗ്രാം വില 10,000 രൂപയിലേക്കും പവൻ വില 80,000 രൂപയിലേക്കും എത്തുമെന്ന കാര്യം വിദൂരമായേക്കില്ല. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസും കൂടി ചേരുമ്പോൾ വില വർധനയുടെ ഭാരം ഇതിലും അധികമായിരിക്കും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6%, പ്ലാറ്റിനത്തിന്റേത് 6.4%മാണ് കുറച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്.